വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു റിക്വസ്റ്റഡ് വീഡിയോ എല്ലാവർക്കും കൂടി ഉപകാരപ്പെടും, അവർക്ക് മാത്രമല്ല. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ കെയർ ചലഞ്ച് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഹെയറിൽ എന്ത് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് എന്താ വെച്ചാൽ എന്തെങ്കിലും ഷാമ്പോ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയും. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് എഫക്ട് ആവും. നമ്മൾ എന്തെങ്കിലും പാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫക്ട് ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചെറിയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ മുന്നേ നമ്മുടെ ചാനലിൽ എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ ഹെയറിൽ പല പാക്ക്, നമ്മൾ ഉലുവ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ചിലപ്പം നെല്ലിക്കേന്റെ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ തൈരിന്റെ, അതിനൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം അതിനെ കൊണ്ട് തന്നെ നമ്മൾ കെമിക്കലിന്റെ പോലെ ഒരു പെട്ടെന്നുള്ളൊരു മാറ്റം നമുക്ക് അതിൽ കിട്ടൂല. അതിന്റെ ഒരു എഫക്ട് നമുക്ക് അപ്പൊ കിട്ടൂല. പക്ഷെ നാച്ചുറൽ ആവുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതായത് എന്നിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു പാക്ക് ഒരു അരമണിക്കൂർ നിങ്ങളെ ഹെയറിൽ വെച്ചിരുന്നത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ നാച്ചുറൽ പാക്ക് ആണ് അത് വാഷ് ചെയ്ത് കളഞ്ഞ് ഈ ഒരു കെമിക്കൽ ഷാമ്പോ അല്ലെങ്കിൽ ഏത് ഷാമ്പോ കണ്ടീഷണർ ആവട്ടെ അത് വെച്ച് നിങ്ങൾ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു എഫക്ട് അങ്ങ് ക്ലീൻ ആക്കി പോവുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്ത് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പൊ നിങ്ങളൊരു ഹെയർ കെയർ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു നല്ല ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല തിക്ക് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹെയറിൽ ഷാമ്പൂ വാഷ് ചെയ്താൽ മതി. അതേപോലെ എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ തലേന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും നമുക്ക് ആ ഒരു ടൈം ഓയിൽ വെച്ചിട്ട് ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പക്ഷെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് എടുക്കരുത്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഈ ഒരു ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അതങ്ങ് എടുത്തു പോകും. നമുക്ക് ഒരു റിസൾട്ടും കിട്ടൂല. ആ ഒരു നമ്മളിപ്പോ ഒരു ഹെയറിൽ ഒരു പാക്ക് ചെയ്ത് ആ ഒരു പാക്ക് ചെയ്ത മാക്സിമം ഒരു 1 അവർ എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോ ഒരു സലൂണിലൊക്കെ പോയിട്ട് ഒരു പാക്ക് ചെയ്യാണ്. സലൂണിലൊക്കെ പോയിട്ട് ഒരു പാക്ക് ചെയ്യുമ്പോൾ മാക്സിമം അവർ പറയും ഒരു 3/4 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു സ്പാ ചെയ്യുമ്പോൾ 1 മണിക്കൂർ വേണം. അതൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അത് മൊത്തം കഴിയുമ്പോഴേക്ക് ഒരു 1 അവർ അവർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഒരു നാച്ചുറൽ പാക്ക് നമ്മളെ ഹെയറിൽ എത്ര ടൈം വെക്കണം എന്നുള്ളത്. അപ്പം അത്രയും ടൈം നമ്മൾ വെക്കുന്നില്ല. ഒരു 30 മിനിറ്റ് മാത്രം വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാണെങ്കിൽ പിന്നെ നിങ്ങളൊരു കെമിക്കൽ ഷാമ്പൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ഒന്നുമില്ല. അപ്പൊ ആദ്യം അത് മനസ്സിലാക്കുക. എന്തിനു നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുത്തുക. അപ്പൊ നമ്മൾ കൂടുതൽ ഓയിൽ അപ്ലൈ ചെയ്യാതെ നിൽക്കുക. അതേപോലെ നമുക്ക് നല്ല കൂടുതൽ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഷാമ്പൂ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അത് നല്ല വേറെ കാര്യങ്ങളൊന്നും വെച്ച് ഉണ്ടാക്കുന്നതല്ല കേട്ടോ, കെമിക്കൽ ആയിട്ടൊന്നും വെച്ച് ഉണ്ടാക്കുന്നതല്ല. നമുക്ക് നാച്ചുറൽ ആയിട്ട് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഷാമ്പൂ കൂടി ആയിട്ട് നമുക്കത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് കാര്യം ഇപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇത് വെച്ച് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ആ ഒരു വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കാൽപ്പിൽ അതിന്റെ എഫക്ട് നല്ല രീതിയിൽ കിട്ടും. നിങ്ങൾക്ക് ആ ഒരു ഡേ മൊത്തം അത് ഉപയോഗിച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം, വേറെ പാക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു നാച്ചുറൽ ഷാമ്പൂ വെച്ചിട്ട് കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓൾറെഡി അതിന്റെ എഫക്ട് അവിടെ ഉണ്ടാവും. നിങ്ങൾ അതേപോലെ തന്നെ ലീവ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കിന്റെ കാര്യം വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, ഇത് കുറച്ച് ഡ്രൈ ആക്കും. അതായത് ഹെയർ വാഷ് കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ കുറച്ചൊരു ഡ്രൈ ആക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമല്ല, ഡ്രൈ ആക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഉപയോഗിക്കും, അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ഉപയോഗിക്കാം. ഇനി അല്ല ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഓയിൽ സ്റ്റാർട്ടിങ് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ അത് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ ചെയ്യാൻ നോക്കുക. നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടുന്ന ഒരു ഷാമ്പൂവിന്റെ പാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു 2 ഇൻഗ്രീഡിയന്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾ വാഷ് ചെയ്ത് കളയുമ്പോൾ ഉപയോഗിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാപ്പാലിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്രയാണോ ഹെയറിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, നിങ്ങൾക്ക് അത്യാവശ്യം ഷാമ്പൂ രീതിയിൽ കുറച്ച് നേരം വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നിങ്ങൾ അതേ ഒരു ഗ്ലാസ് ആണെങ്കിൽ തേങ്ങാപ്പാൽ കിട്ടും നോക്കുക. ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കിട്ടും. ആ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് ഒരു ബോട്ടിലാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അതിലൊരു സ്പൂൺ ഒരു 1 വീക്ക് വരെ അതൊരു കുഴപ്പമില്ലാണ്ട് നിന്നോളൂ കേട്ടോ. ഞാൻ അങ്ങനെ ഉപയോഗിച്ചാണ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. ഇതേപോലെ ഭയങ്കരമായിട്ട് ഓയിൽ നിൽക്കാൻ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള കാര്യം അതിനെക്കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ഈ ഒരു ബോട്ടിലുള്ള സാധനം ഒരു സ്പൂൺ എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ വാഷ് ചെയ്ത് കളയാം. നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ക്ലീൻ ആവും ചെയ്യും. പിന്നെ ഓയിലിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവായി പോകും. പിന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാലിനെ കൊണ്ട് കഴിയും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ ഉണ്ടാക്കി എടുക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഷാമ്പു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉലുവ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേ ടൈമൊന്നുമില്ല, ഒരു 6 മണിക്കൂറിനടുത്തൊക്കെ കുതിർത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയാണ് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ വേറൊരു ടൈപ്പ് ഒരു ചെമ്പരത്തി ഇല്ല, നമ്മളെ വീട്ടിലൊക്കെ ഒരു ഫാൻസി പോലെ ടൈപ്പ്, എനിക്ക് അതിൻ്റെ ഫോട്ടോ ഇട്ടില്ല, ഞാൻ അത് കാണിച്ചു തരുന്നതിന്. അല്ലെങ്കിൽ അത് എടുത്താൽ മതി. അതിൻ്റെ ഇലയും എടുക്കുക, അതേപോലെ പൂവ് എടുക്കുക. ഇനി 5 ഇതള ചെമ്പരത്തി കിട്ടുകയാണെങ്കിൽ അതും എടുക്കുക. ഇത് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഞാൻ ഉലുവ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ രീതിയിലാണ് നമുക്കത് അരച്ചെടുത്താൽ കിട്ടുക, നല്ല കട്ടി പോലെ കിട്ടും.
നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ടിന്നിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. തേങ്ങാപ്പാലിൽ നമ്മൾ പറഞ്ഞ പോലെ മിക്സ് ചെയ്ത് എടുക്കുക ചെയ്യേണ്ടത്. ഒരു സ്പൂൺ എടുത്ത് തേങ്ങാപ്പാലിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് ഷാമ്പു ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു താളീൻ്റെ പരിപാടി. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ നിന്ന് ഷാമ്പു ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഷാമ്പു വാഷ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ നമ്മളിപ്പോൾ ചലഞ്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഹെയർ ചലഞ്ചിലേക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളെ കമന്റ് ബോക്സ് തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഷാമ്പു കണ്ടീഷണർ ഏതാ നല്ലതെന്നുള്ളത്. ഞാൻ കുറച്ചും കൂടി പറയാം, നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് ഹെയർ കിട്ടണം എന്നുള്ളതൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഈ ഒരു രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളെ നെക്സ്റ്റ് ചലഞ്ചിന്റെ സെക്കൻഡ് ഡേന്റെ വീഡിയോ നമ്മൾ നാളെ തന്നെ പോസ്റ്റ് ചെയ്യും, നാളെ രാവിലത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് അത് നല്ല രീതിയിൽ ചെയ്യുക. അതിനിടയ്ക്ക് നൈറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്യുക. മസാജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് വെച്ചിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ തിക് ഹെയർ ചലഞ്ച് എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ ഉണ്ടാവും. ഇനി ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതൊന്ന് കാണാം. ഇതിപ്പോൾ അത് പോയി കാണാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഏത് ടൈപ്പ് ഹെയർ ആണ്, ഡാൻഡ്രഫ് ഉണ്ടോ. അപ്പൊ എന്റെ ഹെയറിന്റെ കാര്യമാണ് എനിക്കറിയാം, നിങ്ങളെ ഹെയറിന്റെ കാര്യം നിങ്ങൾക്ക് എനിക്ക് പറയാം. അപ്പൊ ഞാൻ ആ കാര്യത്തിൽ ഒരുവിധം എല്ലാ ഹെയറിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ പ്രശ്നങ്ങളെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നിങ്ങളെ ഹെയറിൽ എത്ര ടൈം ആയിട്ട് ഉപയോഗിക്കണം, എത്ര രീതിയിൽ ഉപയോഗിക്കണം, ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ള അതിലുണ്ട്. അപ്പൊ അത് പോയി കണ്ടിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇന്നും കണ്ടിട്ടാണ്, ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.